പറയാൻ പോകുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അഥവാ ശാസ്ത്രകഥയല്ല, പ്രവചനവുമല്ല, ഒരു ശാസ്ത്ര പഠനത്തിന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഭാവിയിൽ ഈ ഭൂമിയിൽ ആണുങ്ങൾ ഉണ്ടാവില്ലത്രേ. പിറവിയെടുക്കുന്നതെല്ലാം പെൺകുഞ്ഞുങ്ങൾ മാത്രമാകും. സ്ത്രീകൾ മാത്രമുള്ള ഒരു ലോകം ഭാവിയിൽ രൂപപ്പെട്ടേക്കാമെന്നാണ് പുതിയൊരു പഠനം വെളിപ്പെടുത്തുന്നത്. പ്രത്യുൽപാദന പ്രക്രിയയിൽ സംഭവിക്കുന്ന ലൈംഗിക ക്രോമോസോമുകളുമായി ബന്ധപ്പെട്ട നിർണായക മാറ്റമാകും ഇതിലേക്ക് നയിക്കുന്നത് എന്നും പഠനം വ്യക്തമാക്കുന്നു. പ്രൊസീഡിംഗ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് നിർണായകമായ ഈ വിവരങ്ങളുള്ളത്. പ്രത്യുൽപാദനത്തിൽ പുരുഷലിംഗം നിർണയിക്കുന്ന ക്രോമോസോമുകളാണ് Y. ഇതിന്റെ എണ്ണം ചുരുങ്ങുന്നു എന്നാണ് പഠനത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ചുരുങ്ങി കാലക്രമേണ ഈ Y ക്രോമസോം തന്നെ അപ്രത്യക്ഷമായേക്കാം. X ക്രോമസോം മാത്രമായിരിക്കും അപ്പോൾ ലിംഗകോശങ്ങളിൽ ഉണ്ടാവുക. സ്ത്രീലിംഗം നിർണയിക്കുന്ന ക്രോമസോമുകളാണ് X. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമായിരിക്കും ഭൂമിയിൽ ജനിച്ചു വീഴുക. Y ക്രോമസോം ചുരുങ്ങുന്നതോടെ ജനിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരും. ഈ ക്രോമസോം ഇല്ലാതാകുന്നതോടുകൂടി പെൺകുട്ടികൾ മാത്രമായിരിക്കും ഭൂമിയിൽ അവശേഷിക്കുക. ഈ പഠനം ഗവേഷകരിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ ജീവിയിലും നിശ്ചിത എണ്ണം ക്രോമോസോമുകളാണ് ആ ജീവിയുടെ ഓരോ കോശങ്ങളിലും ഉണ്ടാവുക. മനുഷ്യരിലെ ക്രോമോസോമുകളുടെ എണ്ണം 46 അഥവാ 23 ജോഡി. ഈ ക്രോമോസോമുകളിലെ ജീനുകളാണ് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ നിർണയിക്കുന്നത്. ശരീരകോശങ്ങളിലെല്ലാം ഒരേ തരത്തിലുള്ള 46 ക്രോമോസോമുകളാണ് ഉണ്ടാകുക എങ്കിലും ബീജകോശങ്ങൾ രൂപപ്പെടുമ്പോൾ അഥവാ ലൈംഗിക കോശങ്ങൾ രൂപപ്പെടുമ്പോൾ ഇതിന്റെ പകുതി, അതായത് 23 ക്രോമോസോമുകൾ മാത്രമായിരിക്കും ഓരോ ലൈംഗിക കോശങ്ങളിലും ഉണ്ടാകുക അഥവാ ഓരോ ബീജകോശങ്ങളിലും ഉണ്ടാകുക. അണ്ഡവുമായി അഥവാ സ്ത്രീ ബീജകോശവുമായി ബീജം അഥവാ പുരുഷ ബീജകോശം സംയോജിക്കുമ്പോൾ വീണ്ടും മൊത്തം 46 ക്രോമോസോമുകളുള്ള പുതിയൊരു ജീവിയുടെ പ്രാഥമിക രൂപമായ സിക്താണ്ഡം അഥവാ സൈഗോട്ട് രൂപം കൊള്ളുകയാണ്. അത് ക്രമപ്രകാരം വിഭജിച്ചാണ് പുതിയൊരു ജീവിയായി മാറുന്നത്. പുരുഷ ബീജത്തിൽ പകുതി എണ്ണത്തിൽ ക്രോമോസോമും പകുതി എണ്ണത്തിൽ Y ക്രോമോസോമുകളുമാണ് ഉണ്ടാവുക. എന്നാൽ സ്ത്രീ ബീജത്തിലാവട്ടെ അഥവാ അണ്ഡത്തിലാവട്ടെ X ക്രോമോസോമുകൾ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ X ക്രോമോസോമുള്ള സ്ത്രീ ബീജം അഥവാ അണ്ഡം X ക്രോമോസോമുള്ള പുരുഷ ബീജവുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന സൈഗോട്ട് വളർച്ച പൂർത്തിയാകുമ്പോൾ 2 X ക്രോമോസോമുകളുള്ള പെൺകുട്ടിയാവുകയും അതേ അവസരത്തിൽ Y ക്രോമോസോമുള്ള പുരുഷ ബീജവുമായാണ് ആ X ക്രോമോസോമുള്ള അണ്ഡം കൂടിച്ചേരുന്നതെങ്കിൽ ആ സ്ത്രീ ബീജത്തിൽ നിന്ന് രൂപപ്പെടുന്ന സൈഗോട്ട് വളർച്ച പ്രാപിച്ച് ആൺകുട്ടിയായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആൺ പെൺ ഭേദം രൂപപ്പെടുന്നത്. ഇതാണ് മനുഷ്യരിലെ ആൺപെൺ ലിംഗ വ്യത്യാസമുള്ള കുട്ടികളുടെ ജനനത്തിന് കാരണമാകുന്നത്. ഭാവിയിൽ Y ക്രോമോസോമുകൾ കുറഞ്ഞു ഇല്ലാതാകുകയും X ക്രോമോസോമുകൾ മാത്രമാവുകയും ചെയ്താൽ അതോടെ പിറവിയെടുക്കുന്നതെല്ലാം പെൺകുഞ്ഞുങ്ങൾ മാത്രമാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ. പക്ഷെ ഇത് ഏതാനും വർഷങ്ങൾക്കപ്പുറം സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങൾക്കപ്പുറം അന്ന് ഭൂമി ഇതേപോലെ അവശേഷിക്കുന്നു എങ്കിൽ, മനുഷ്യകുലം കുറ്റിയറ്റു പോയില്ല എങ്കിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സാധ്യത മാത്രം. അതുകൊണ്ട് വല്ലാതെ ആശങ്കപ്പെടേണ്ടതുമില്ല. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.